ഹലോ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ +1 ഒരു ടോപ്പിക്കാണ് ടോക്കൺസ് ഇൻ പൈത്തൺ എന്ന് പറയുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അതാണ് ഞാനിവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺസിനെ കുറിച്ച് പെട്ടെന്ന് ഒരു ഡെഫിനേഷൻ രീതിയിൽ പഠിച്ചു വെക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ ഒരുപാട് ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. ടോക്കൺസ് ആർ ക്ലാസിഫൈഡ് ഇൻടു കീവേഡ്സ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽസ്, ഓപ്പറേറ്റർ, പഞ്ച്വേറ്റർ. അപ്പോൾ അങ്ങനെ ഒരു കേസസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു സിൻടാക്സ്, അതിൻ്റെ ഡിക്ലറേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം. കാണാതെ പഠിച്ച് വെച്ചിട്ട് അത് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അതിനകത്ത് ഓരോ ടേംസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് നോക്കണം. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ടോക്കൺ ഇൻ പൈത്തൺ, ടോക്കൺ പറയുമ്പോൾ എന്താണ്? നമുക്ക് ടോക്കൺ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ ദ പ്രോഗ്രാം ഇസ് കോൾഡ് ടോക്കൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്താണ് പറയുക, ഒരു പ്രോഗ്രാം ലാംഗ്വേജിലെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്, ടോക്കൺസ് എന്ന് പറയുന്നത്. ദ ടോക്കൺസ് ആർ ക്ലാസിഫൈഡ് ഇൻടു കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റർ, പഞ്ച്വേറ്റർ. ഇവിടെ ഞാനൊരു ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലറേഷനാണ് ഇവിടെ ചെയ്തിട്ടേക്കുന്നത്. നിങ്ങൾക്കറിയാം ലൂപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അറിയാം, ഐട്രേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റിംഗ് വൈൽസ് ഓഫ് ഐട്രേഷന് വേണ്ടിയാണ് ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു സിൻടാക്സ് എഴുതിയിട്ടുണ്ട്. ഫോർ A1 ഇൻ റേഞ്ച് ബ്രാക്കറ്റ് ഓഫ് 1,10 ആൻഡ് ദിസ് ഈസ് എ പഞ്ച്വേറ്റർ. അതായത് നമ്മളൊരു പഞ്ച്വേറ്റർ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം നോക്കി, ഈ ഓരോ വേർഡ്സിനുള്ള ഉപയോഗങ്ങൾ, ഓരോ കാര്യങ്ങൾക്കുമുള്ള ഉപയോഗങ്ങൾ നോക്കണം. ഓക്കെ, ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീവേഡാണ്. ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഫോർ ലൂപ്പ് വെച്ച് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ മീനിങ് ഉണ്ട്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മീനിങ് ആണ്. ഓക്കെ, എൽസ് അതെല്ലാം ഒരു കീ വേർഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കീവേഡാണ്. ഓക്കെ, ഇന്നെന്ന് പറഞ്ഞാലും ഒരു കീവേഡാണ്. പിന്നെ ഇവിടെ നമ്മൾ ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു കീവേഡാണ്. അത് സ്പെഷ്യൽ മീനിങ് ആണ് അവിടെ തരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നെയിംസിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയും. ടോക്കനകത്തുള്ള ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെയിംസ്. ഇവിടെ A1 ആണ് ഇവിടെ നെയിമായിട്ട് ഡിറ്റർമിൻ ചെയ്തേക്കുന്നത്, A1. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ച്വേറ്റേഴ്സ് കണ്ട് ഇവിടെ പഞ്ച്വേറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ലിറ്ററൽസ് എന്ന് വെച്ചാൽ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1, 10 അതൊക്കെ ലിറ്ററൽസ് എന്ന് പറയുന്നു, ന്യൂമറിക് ലിറ്ററൽസ് എന്ന് പറയുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് മോഡുലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോഗ്രാം സെഗ്മെൻറ്റിൽ കാണുന്നു. അതിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്.